എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് കാണുന്ന ഈ ഒരു ബ്ലാക്ക് ടൈഗൂൺ GT ലൈൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. കാരണം അത്യാവശ്യം ബ്ലാക്കിൽ ടൈഗൂണിൻ്റെ പുതിയ ഫേസ് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ തംബ്നെയിലിൽ കൊടുത്ത ഫോട്ടോ തന്നെ ഇതുപോലെ എടുത്തു വെച്ചൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം കാണാനായിട്ട് നല്ല ലുക്കുണ്ട് വണ്ടി. അപ്പോൾ ചെറിയൊരു റിവ്യൂ എന്നുള്ള രീതി, റിവ്യൂ അല്ല മൊത്തത്തിലൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാവി വരുന്നത്. ചാവിൻ്റെ അകത്തൊന്നും ഒരു മാറ്റമില്ല. ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഒരു മാനുവൽ കീ ഉണ്ട്, ലോക്ക് അതുപോലെ തന്നെ ബൂട്ട് ഓപ്പണിംഗ് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫേസിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോഗ് ലാമ്പ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ഇവിടെ ഇപ്പോൾ ഫോഗ് ലാമ്പോ കാര്യങ്ങളൊന്നുമില്ല. പകരം ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോർണറിങ് ലാമ്പായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതാണ്, അതായത് ലോ ബീമും ഹൈ ബീമിനും സെയിം ആണ്. പ്രൊജക്ടർ LED ഹെഡ് ലാമ്പാണ്. മുകളിലത്തെ ഈ ഒരു പോർഷനാണ് DRL ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു GT ലൈൻ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കണക്റ്റഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു DRL വരുന്നില്ല. നമുക്ക് ടോപ്പ് ലൈൻ ഇട്ടിട്ടാണ്. ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞ വേരിയൻറ്റ് മാത്രം, ടോപ്പ് ലൈൻ പിന്നെ GT എന്ന് പറയുന്ന GT പ്ലസ് 1.5 മാത്രമാണ് ആ ഒരു എന്താ പറയുക ഫംഗ്ഷൻസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലോഗോ ഇലുമിനേഷനും ആ ഒരു വേരിയൻറ്റിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ 1 ലിറ്ററാണ് വരുന്നത്. ഈ ഒരു വേരിയൻ്റിനകത്ത് കൊടുത്ത എഞ്ചിൻ എന്ന് വെച്ചാൽ 1 ലിറ്റർ തന്നെയാണ്. 1 ലിറ്ററിൻ്റെ അകത്ത് 115 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഇതിനകത്ത് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫ്രണ്ട് എന്നുള്ള ലുക്ക്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബമ്പർ പോർഷൻ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേവ് ഷേപ്പിലാണ്, ഇവിടുന്ന് ഈ ഒരു സംഭവം കേവ് ഷേപ്പിലാണ് വരുന്നത്. ഇത് ടെമ്പററി നമ്പർ പ്ലേറ്റ് ആണ്, അതായത് ഇപ്പോൾ നമുക്ക് ടെമ്പററിയിലും എടുക്കാം, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നമ്പർ പ്ലേറ്റിലും എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിനി സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് ലുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അവിടെ അഡീഷണൽ ഒരു GT ലൈൻ എന്നുള്ളൊരു ബാഡ്ജ് കാണാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് വീല്, നമുക്കിത് ഫുൾ ഓപ്ഷൻ അലോയ് വീലാണ്. അത് ഇവരെന്താ പറയുക ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ടയറിൻ്റെ സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 205 55 R17 ആണ് നമുക്ക് ഈ GT ലൈനിലും വരുന്നത്. ഓക്കെ, പിന്നെ ടോപ്പ് ലൈനിലാണ് ആ 17 ഇഞ്ച് വരുന്നത്. ബാക്കി എല്ലാത്തിൽ നമുക്ക് 16 ഇഞ്ചാണ് വരുന്നത്. 1.5 17 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ ആയിരിക്കും കൺഫ്യൂഷൻ ആകുന്നുണ്ട്, ദയവായി ക്ഷമിക്കുക. ഞാനപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓട്ടോമാറ്റിക്കിന് മാനുവൽ സെപ്പറേറ്റ് പ്രൈസാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. GT ലൈൻ ആയതുകൊണ്ട് തന്നെ ഈ ക്രോം എലമെൻറ്റ്സ് ഒക്കെ കുറച്ച് അവർ ഡീക്രോം എന്നുള്ള രീതിയിൽ, അതായത് ഒരു ഫോഗ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്. റിക്വസ്റ്റഡ് സെൻസർ നമുക്ക് GT ലൈൻ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് ഈ ഒരു സംഭവമാണ്, അതായത് ചെറിയ സൺറൂഫാണ്. പാൻഡോമിക് വരുന്നത് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ്. 1.5 അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് സൺറൂഫ് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 188 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. വീൽ ബേസ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഈ ഒരു വണ്ടി കാണുന്ന തന്നെ പറയാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റിയറിലേക്ക് പോകാം. റിയറിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, ഒരു ആനിമേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ ലൈറ്റും ഓൺ ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്താ പറയണ്ടേ ഇലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരു ആനിമേഷനും കൂടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടൈഗൂൺ എന്നുള്ള ബാഡ്ജ് ഉണ്ട്. അത് ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ടാണ് തീരുക. അത് TSI ബാഡ്ജ് ഇവിടെ കാണാൻ പറ്റും. ദൂരം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് തിരിയുന്നില്ല. ഓക്കെ, അത്രയാണ് റിയർ എന്ന് പറയാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡീഫോഗറും അതുപോലെ തന്നെ വൈപ്പറും അതുപോലെ തന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ വാഷറിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, അത്രയാണ് റിയർ എന്നുള്ള ഡിസൈനിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ GT ലൈൻ എന്നുള്ളൊരു ബാഡ്ജ് ഉണ്ടാവും. അത് ക്രോം എലമെൻറ്റ്സ് തന്നെയാണ് കൊടുത്തുള്ളത്. ഡീക്രോമോ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. അത്രയാണുള്ളത്. പിന്നെ ഓവറോൾ ലുക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. പിന്നെ റിയർ സ്പേസ് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഫുള്ളി ബ്ലാക്ക് ഔട്ടാണ്. എക്സ്റ്റീരിയർ ആണെങ്കിൽ ഇൻറ്റീരിയർ ആണ് തീം വരുന്നത്. റൂഫ് അടക്കം വേറെ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. റിയറിൽ 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പാസഞ്ചേഴ്സിന്. അതുപോലെ തന്നെ പാർസൽ ട്രേയും കാണാൻ പറ്റും. അവിടെയായിട്ട് നമുക്ക് ഇത് അഡീഷണൽ ആക്സറീസിൽ വരുന്നതാണ്. പില്ലോയും അതുപോലെ തന്നെ ടിഷ്യൂ ബോക്സും. ഇതാണ് സീറ്റ് വരുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഫ്ലോറിൻ്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു ഹമ്മുണ്ട്. പക്ഷേ അതെന്താ പറയണ്ടേ അത്ര രീതിയിലൊന്നുമില്ല. പിന്നെയുള്ളതെന്ന് വെച്ചാൽ AC വെൻസ്, റിയർ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടതായ C2C ചാർജിങ് പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ മുകളിൽ ക്യാബിൻ ലൈറ്റ് ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് ഹാൻഡിലും കാണാൻ പറ്റും, ഹൂക്കും കാണാൻ പറ്റും. ഓക്കെ, അത്രയാണ് റിയറിൽ പറയാനുള്ളത്. പിന്നെ റിയറിൽ നമുക്ക് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 4 ഡോറിലും കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ആയിട്ടാണ് സ്പീക്കേഴ്സ് കാണാൻ പറ്റുക. 6 വിൻഡോ സ്വിച്ചസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു എന്താ പറയുക അലൂമിനിയം ഫിനിഷ് എന്നുള്ള രീതിയിലാണ് ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തുള്ളത്. ഇത് വിൻഷീൽഡ് സൺബ്ലൈൻഡ് കൊടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസറീസ് ആയിട്ട് കൊടുത്തൊരു സംഭവമാണ്. അഡീഷണൽ ആക്സസറീസിൽ വരുന്ന സംഭവമാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഈ സൺബ്ലൈൻഡും അതുപോലെ തന്നെ പില്ലോസും ടിഷ്യൂ ബോക്സും കാര്യങ്ങളൊക്കെ. അത്രയാണുള്ളത്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ, അതായത്
ഡ്രൈവർ റൂമും കാര്യങ്ങളൊക്കെ. ഒരു മിനിറ്റ്, ഞാൻ ഇനി അതിൻ്റെ അങ്ങേ സൈഡ് പോയിട്ട് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇഗ്നിഷൻ ഓണാണ്. ഞാൻ ജസ്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്തതാണ്. ആ ബ്രേക്ക് ലൈറ്റും നിങ്ങൾക്ക് ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഇനി ഇവിടെ ആയിരുന്നു നമുക്ക് 4 പവർ വിൻഡോ സ്വിച്ചസ് കാണാൻ പറ്റും. ചൈൽഡ് ലോക്കിനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തുള്ളത്. ഫോക്കസിങ്ങിൻ്റെ ചെറിയൊരു ഓപ്ഷൻ. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഔട്ട് സൈഡ് റിവർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ്. സ്റ്റിക്ക് കൊടുത്ത ജോയ് സ്റ്റിക്ക് കൊടുത്തൊരു സംഭവമാണ്. ഫോൾഡ് ചെയ്യാനായിട്ട് നേരെ ഓപ്പോസിറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മതിയാവും. ഓക്കെ, പിന്നെ ഈ ഒരു ഡ്രൈവർ സൈഡ് മാത്രം നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇഗ്നിഷൻ ഒന്നും ഓൺ ചെയ്യില്ല, അതുകൊണ്ടാണ്. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് എന്താ പറയുക ലിവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ടോപ്പ് ലൈൻ വരുന്നത്. ആ ഒരു വേരിൻ്റെ തൊട്ടിലാണ് നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓട്ടോമാറ്റിക്കാണ് വേരിൻ്റെ വരുന്നത്. ബ്രേക്ക് അതുപോലെ തന്നെ ആക്സിലറേഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഡെഡ് പെഡലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോ ഓപ്ഷൻസ് ഈ ഒരു വേരിയൻ്റിൽ വരുന്നുണ്ട്. ഫോഗ് ലാമിനായിട്ടും റിയർ ഫോഗും വരുന്നുണ്ട്. പിന്നെ ലെവലറിൻ്റെ ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഓട്ടോ ലെവലർ ഈ ഒരു ഹെഡ് ലാമ്പിൽ വരുന്നുണ്ട്. ആ ഒരു ആനിമേഷൻ കാണാനൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വ്യൂ. സ്റ്റിയറിംഗ് ഇതിൽ തന്നെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടണാണിത്. പിന്നെ സ്റ്റീരിയോ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും മൈനസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ്. VW ലോഗോ ഹോണും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് വൈറ്റ് കളറിലാണ്. ബാക്കി 1.5ലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് റെഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കിട്ടുക. പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തതാണ്, ഇഗ്നിഷൻ ഓൺ ചെയ്തതാണ്. സ്റ്റീരിയോ ലേറ്റസ്റ്റ് ലേ ഔട്ടാണ്. ഇതിൻ്റെ അകത്താണ് നമുക്ക് എന്താ പറയണ്ടേ ഈ പറഞ്ഞ പോലെ യൂട്യൂബും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ക്ലസ്റ്റർ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് 3 വ്യൂ ആണ് ഓപ്ഷൻ ഉള്ളത്. ഈ ഒരു വ്യൂ, സ്പീഡോമീറ്റർ, RPM മീറ്റർ, പിന്നെ 2 സൈഡിലേക്ക് നമുക്ക് വേണ്ട ഓപ്ഷൻസ്. മീറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ഓപ്ഷൻസാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ട്. അതായത് എനിക്കൊന്ന് 6 സ്പീഡ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇനി മുതൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് 1 ലിറ്ററിൽ കിട്ടുക. ഓക്കെ, മാനുവലാകുമ്പോൾ 6 സ്പീഡ് മാനുവലും കിട്ടും. ഇതിവിടെ നമുക്ക് ചാർജിങ് പോർട്ടുണ്ട്. വയർലെസ് ചാർജിങ്ങുള്ളൊരു ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പുഷ് ബട്ടൺ പറഞ്ഞു. പിന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് നമുക്ക്, അതായത് C2C ഉണ്ടെങ്കിലും 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൂടെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ കീ വെക്കാനുള്ള സ്പേസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ 2 കപ്പ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ സ്ലൈഡിങ് ആംറസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഈ ഒരു ലിവർ തന്നെയാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത്. പിന്നെ റെഡ് ആംബിയൻ ലൈറ്റിങ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഒറ്റ ഇത് ലൈറ്റ് മാത്രമേ, കളർ മാത്രമേ വരുന്നുള്ളൂ. റെഡ് മാത്രമാണ്. GTക്ക് റെഡും ബാക്കിയുള്ള എല്ലാ വേരിയൻറ്റും ബ്ലൂ അല്ലാതെ വൈറ്റാണ് കൊടുത്തുള്ളത്. നമുക്ക് ഗ്ലോ ബോക്സ് കൂൾഡ് ഗ്ലോ ബോക്സാണ്. അതിൻ്റെ ജസ്റ്റ് ലെവലറാണ് ഇവിടെ കൊടുത്തുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ളൊരു ബ്ലാക്ക് പിയാനോ ഫിനിഷാണ് ഇവിടെയൊക്കെ കൊടുത്തുള്ളത്. പിന്നെ ഇവിടെ വേറെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലുക്ക് ഉണ്ട്. പിന്നെ റിവർ വ്യൂ മിറർ ഉണ്ടല്ലോ, ഇൻസൈഡ് റിവർ വ്യൂ മിറർ, ഇത് നമുക്ക് ഓട്ടോ ഡിമ്മിങ് വരുന്നുണ്ട്. പിന്നെ ക്യാബിൻ ലൈറ്റിൻ്റെ സ്വിച്ചസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് നമുക്ക് എന്താ പറയണ്ടേ സൺറൂഫിൻ്റെ ഓപ്ഷൻ. ഇത് നമ്മൾ മാനുവലി ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷം സൺറൂഫ് വേണമെന്നുണ്ട്. ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് 1 ടച്ചിൽ വർക്ക് ചെയ്യുന്നതാണിത്. പിഞ്ച് ഗാർഡ് സേഫ്റ്റി ഈ ഒരു എന്താ പറയുക 1 ടച്ച് വരുന്നത് കൊണ്ട് തന്നെ അതിനകത്ത്. പിന്നെ ഇതൊക്കെ ആക്സറീസ് ആയിട്ട് അഡീഷണൽ വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആക്സറീസ് പാക്കേജിൻ്റെ അകത്ത് വരുന്നതാണ്. ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഫോക്സ് വാൻ്റെ ആണ് വരുന്നത്. ഇവിടെ ഫോക്സ് വാൻ ലോഗോ കാണാൻ പറ്റും. അപ്പോൾ അത്രയാണ് മൊത്തത്തിൽ പറയാനുള്ളത്. ഓക്കെ, സൺബൈൻഡ് ഇവിടെ മിറർ വരുന്നില്ല. ഈ ഒരു സൈഡിൽ നമുക്ക് മിറർ വരുന്നുണ്ട്. അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. വണ്ടി ബ്ലാക്ക് കളർ വണ്ടി കണ്ടപ്പോൾ എടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ടൈഗുള്ളിൽ ഇപ്പോൾ GT ലൈനിലൊക്കെ ബ്ലാക്ക് ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. വേർട്ടിസിലാണ് GT ലൈനിലൊക്കെ നമുക്ക് ഭയങ്കര റയറസ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു എന്താണ് പറയുക കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തേക്കാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നെക്സ്റ്റ് വീഡിയോസ് കാണാം. ടിൽ ദെൻ ബൈ ബൈ.